നേരത്തെ ഉണ്ണിയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ശ്രീ ഉണ്ണി, ഈ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും താങ്കളുമായി ഫോണിൽ ബന്ധപ്പെട്ടത്. നാവികസേനയ്ക്ക് ജില്ലാ ഭരണകൂടം തൽക്കാലം അനുമതി നൽകാത്തൊരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രതിനിധി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്, KV ബൈജു. അങ്ങനെ ഒരു സാഹചര്യത്തിന്റെ കാരണം എന്തായിരിക്കും ഉണ്ണി? താങ്കൾക്ക് അതിലൊരു വ്യക്തത കിട്ടുന്നുണ്ടോ? സാധാരണഗതിയിൽ നമ്മൾ 2 നോട്ടിൽ കൂടുതലായി കഴിഞ്ഞാൽ ഡൈവിങ്ങിന് അനുവദിക്കാറില്ല. ഒന്ന്, പിന്നെ നേവി എന്നുള്ള അതുകൊണ്ട് അവർക്ക് അതിനുള്ള പരിമിതികൾ ഉണ്ടായിരിക്കും. പക്ഷേ എന്നാലും നമ്മൾക്ക് അവിടെ ഓൺ ദ സ്പോട്ട് ഡൈവേഴ്സിനെ വെക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. ഞാൻ നേരത്തെ ചർച്ചയിൽ പറഞ്ഞ മാതിരി എയർലിഫ്റ്റ് കൊണ്ട് നമ്മൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തുടങ്ങി വെക്കാം. അതിന് ഡൈവിങ്ങിന്റെ ആവശ്യമില്ല. അത് അവർ നിഷേധിക്കേണ്ട നിഷേധിച്ച തെറ്റാണ്. കാരണം നമുക്ക് എയർലിഫ്റ്റ് ചെയ്യുന്നതിൽ ഡൈവിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി സർഫേസിൽ നിന്ന് ഇരുന്നു കൊണ്ടുള്ളതാണ്. ഡെങ്കി ബോട്ടിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഞാൻ രാവിലെ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇപ്പോൾ അവിടെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. 4 നോട്ടായതുകൊണ്ട് അത് ഇനി കുറഞ്ഞു വരുന്ന, അപ്പോൾ 6.5 ആയിരുന്നതിന് മുൻപ് ഇപ്പോൾ 4 നോട്ടായി. ഇനി അത് ക്രമേണ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ആ സമയത്തേക്ക് നമുക്ക് ഓപ്പറേഷൻ കണ്ടിന്യൂ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ എയർലിഫ്റ്റ് ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓപ്പറേഷൻ കണ്ടിന്യൂ ആക്കണം എന്നാണ് എന്റെ അഭിപ്രായം. റൈറ്റ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ബൈജു, ഇപ്പോൾ ഈ ശ്രീ TK വേണ്ടി പറഞ്ഞതുപോലെ ഈ നാവികസേന അവർ എത്തുന്നതിന് മുമ്പ് തന്നെ മറ്റു ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അത്തരം സാഹചര്യം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതില്ലേ? കാരണം ചെളി നീക്കം ചെയ്ത് ലോറിയിലേക്ക് എത്താൻ കഴിഞ്ഞാൽ മാത്രമേ അവിടെ മുങ്ങൽ വിദഗ്ധരായിട്ടുള്ള ആളുകൾക്ക് പോലും എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. അല്ലെങ്കിൽ ആ ലോറിയെ ഉയർത്തണമെങ്കിൽ, ആ ക്യാബിൻ ഉയർത്തണമെങ്കിലൊക്കെ സാധ്യതയൊക്കെ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ബൈജു, അപ്പോൾ ആ തരത്തിലല്ലേ ആദ്യം ദൗത്യം നീങ്ങേണ്ടത്?